അപ്പം ഞങ്ങൾ ഇന്ന് ഞാനും എൻ്റെ അനിയത്തിയും കൂടി ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. വീട് അറുന്നൂറ്റിമംഗലമാണേ. അവിടുന്ന് ഞങ്ങൾ തടത്തിലാല് വഴി മുള്ളിക്കുളങ്ങര അമ്പലത്തിൻ്റെ അവിടെ നിന്നാണേ പോയത്. പോയി ചെന്നപ്പോഴത്തേക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കളിക്കണ്ടത്തിലൊക്കെ നല്ല മഴ പെയ്ത് കുറച്ച് വെള്ളം കയറി കിടക്കുമായിരുന്നു. പിന്നെ വിചാരിച്ചു അമ്മയ്ക്ക് കർപ്പൂരം ചന്ദനത്തിരി എണ്ണയും മേടിക്കണമെന്നു. അപ്പം നമുക്കറിയാവുന്ന ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ കയ്യിൽ നിന്ന് എണ്ണയും കർപ്പൂരവും ചന്ദനത്തിരിയും വാങ്ങി ചേച്ചി കർപ്പൂരം മുറിച്ച് തന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ടാണ് കയറി ഞങ്ങൾ തൊഴാനായിട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു 5:30-5:45 അപ്പോഴേ ദീപാരാധന തുടങ്ങാൻ സമയമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകളധികം ഇല്ലായിരുന്നു. എന്നാലും ആൾത്തറയിലൊക്കെ കുറേ അമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അനിയത്തിയും ഞാനും കൂടി പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിപ്പം ഒരു വ്ളോഗിങ് വീഡിയോ അങ്ങനെ നേരത്തെ അങ്ങനെ പരിചയമായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്ത് വന്നു, കുളത്തിൽ കാല് കഴുകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴും ലാസ്റ്റിലത്തെ പടിയാണെങ്കിൽ നല്ല വഴുക്കലുണ്ട്. പിന്നെ നിറച്ച് മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്. അതെല്ലാം മീനിനെയൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രസാദം കിട്ടിയിട്ട് വെളിയിൽ വന്ന് തൊഴുതു. അപ്പോഴത്തേക്ക് അമ്മമാരെല്ലാം കൂടി വിളക്കിലൊക്കെ തിരിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നുണ്ടായിരുന്നു. കത്തിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളോട് പറഞ്ഞ് വിളക്കുകളെല്ലാം കത്തിച്ചിട്ട് പോകാമെന്ന്. ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ തെക്കേ നടയുടെ അവിടെ ഒരു ആൽത്തറയുണ്ട്, അവിടെ ആയിരുന്നു ഇരുന്നത്. പിന്നെ നല്ല ഒരു എനർജിയാണ് ഈ അമ്പലത്തിൽ ചെട്ടികുളങ്ങര അമ്മയുടെ നടയിലിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ആൽത്തറയുടെ ചവിട്ടി കുറേ നേരം ഇരിക്കുമായിരുന്നു. ദീപാരാധന കഴിഞ്ഞിട്ട് പോകാൻ ആയിരുന്നു വിചാരിച്ചത്. പിന്നെ സമയം സന്ധ്യയാകുന്നതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ വിളക്കിലെല്ലാം എണ്ണ ഒഴിച്ച് തിരിയിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പിന്നെ കത്തിക്കാനായിട്ട് നനച്ച തിരി മാമന്മാരൊക്കെ അവിടെ കത്തിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഓരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കത്തിച്ച് കഴിയാറായി. അപ്പുറത്തുള്ള ഓരോ സൈഡിൽ നിന്നും ഓരോരുത്തർ കത്തിച്ച് വന്നു. അനിയത്തി ഉണ്ടായിരുന്നു, അനിയത്തിയും കത്തിച്ച് കഴിഞ്ഞ് നല്ല ഭംഗിയായിരുന്നു. കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം കാണാൻ തന്നെ ഐശ്വര്യമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് നാദസ്വരവും മേളവും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ വിളക്കെല്ലാം കത്തിക്കുന്നത് കണ്ട് അമ്മയെ തൊഴുത് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. തിരിച്ച് വണ്ടിയിൽ കയറി അവളുടെ കൂടെ ഞങ്ങൾ പോയി. ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റെയിൽവേ ക്രോസൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഓക്കെ, ബായ്.